empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വിശുദ്ധ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ റാഹേലിനെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, തൻ്റെ ജീവിതത്തിൽ ആവശ്യമായ നന്മകളെല്ലാം കർത്താവ് ഒരുക്കി നൽകിയിട്ടും അതിലൊന്നും സന്തോഷമടയാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായിട്ട് റാഹേൽ മാറുകയായിരുന്നു. ഒത്തിരിയേറെ നന്മകൾ കർത്താവ് അവൾക്ക് നൽകി, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് അവൾക്ക് നൽകി. എന്നാൽ അതിലൊന്നും സംതൃപ്തി അടയാൻ അവൾക്ക് സാധിക്കുന്നില്ല. അസംതൃപ്തമായ ഒരു ജീവിതത്തിന് ഉടമയായിട്ട് അവൾ മാറുകയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 23:1 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, തൻ്റെ ജീവിത സാഹചര്യത്തിന് തനിക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമായതെല്ലാം കർത്താവ് നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന്. നമുക്ക് ആ തിരുവചനം ഒന്ന് വായിക്കാം. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദാവീദ് രാജാവിന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ ഇടയൻ കർത്താവാണെന്ന്. തൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തൻ്റെ ഇടയൻ കൂട്ടിച്ചേർത്ത് തരുമെന്ന്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ ദാവീദ് രാജാവിന് സാധിക്കുകയാണ്. ഈ ഒരു അഭിഷേകമാണ് പ്രിയമുള്ളവരെ കർത്താവ് നാം ഓരോരുത്തരും പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, കർത്താവിലുള്ള ഉറപ്പിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. എന്തു തന്നെയായാലും എൻ്റെ ഇടയൻ എനിക്ക് ആവശ്യമായതെല്ലാം നൽകും. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിലൂടെ എല്ലാം കർത്താവ് കരം പിടിച്ച് നയിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ആവശ്യമായതെല്ലാം കർത്താവ് തരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിനെ നമുക്ക് വരമേൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ആവശ്യമായത് സ്വീകരിക്കുവാൻ ആവശ്യമായ ഒരു അഭിഷേകം, കൃപ നമുക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഉറപ്പോടെ അത് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് നമുക്ക് ഒന്നിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം പകർന്നു നൽകുന്ന ഞങ്ങളുടെ ഇടയൻ അങ്ങാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം കർത്താവെ അങ്ങ് കൂട്ടിച്ചേർത്ത് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേകിയ നന്മകളൊന്നായി ഓർത്തു പാടിടാം, വല്ലഭനാം നാഥനെ നിത്യം വാഴ്ത്തി പാടിടാം. ഹല്ലേലൂയ. കർത്താവേകിയ നന്മകളൊന്നായി ഓർത്തു പാടിടാം, വല്ലഭനാം നാഥനെ നിത്യം വാഴ്ത്തി പാടിടാം. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഏറ്റുപറയുന്നു കർത്താവേ, സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുനിമിഷം കൈപിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന്, ഞങ്ങളുടെ ഇടയനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. കർത്താവ് അനുദിനം നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് തന്നെ വന്നാലും ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നോർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വസിക്കുന്നു കർത്താവേ. ഭയപ്പെടുന്നോർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. ഹല്ലേലൂയ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നോർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല.
കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഹല്ലേലൂയ. അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. നന്ദി ഈശോയേ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഏറ്റുപറയുന്ന കർത്താവേ. അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഹല്ലേലൂയ. അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഹല്ലേലൂയ. അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ശാശ്വതമായ സ്നേഹത്തോടെ ഞങ്ങൾ എപ്പോഴും കരുതുന്ന അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർത്ത് തന്ന് ഒന്നിനും കുറവില്ലാതെ ഞങ്ങൾ നിമിഷം കൈപിടിച്ച് നടത്തുന്ന അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ, ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ കർത്താവേ, അതിലൂടെ എല്ലാം ഞങ്ങളെ കൊണ്ടുപോകുവാൻ, ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ കൊണ്ടുപോകുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിൽ തൃപ്തി അടഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് ഇടയനായിട്ടുള്ള ജീവിതം എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ കാണിച്ചു തന്നതുപോലെ കർത്താവിൽ പരിപൂർണമായിട്ടും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈ ഒരു വചനത്തിൽ നിലനിൽക്കുവാനായിട്ട്, അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ റാഹേലിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ പൂർവ്വ പിതാവായ യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ കുറിച്ച് നമ്മൾ കണ്ടു. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സഹോദരിമാരായ ലെയായും റാഹേലും. ഇവർ 2 പേരെയും കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം, റാഹേൽ വളരെ സൗന്ദര്യമുള്ള, സാമർഥ്യമുള്ള, യാക്കോബ് സ്നേഹത്താൽ കോരി നിറച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിലെ നന്മകളിലേക്ക് നോക്കുവാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ നന്മകൾ ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ, അതിൽ സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. നമ്മൾ കണ്ടു, ലയായെ യാക്കോബ് റാഹേലിനേക്കാളും വളരെ കുറച്ച് മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ കർത്താവ് ലയായിലൂടെ യാക്കോബിന് 4 ആൺമക്കൾക്ക് ജന്മം നൽകുന്നതായിട്ട് നമുക്കറിയാം. റൂബൻ, ഷിമയോൻ, യൂദ, ലേവി, ഈ 4 മക്കള് ലയായിൽ ഉണ്ടാവുകയാണ്. ഇത് കണ്ട് റാഹേലിന് എന്താണ് സംഭവിച്ചതെന്ന് തിരുവചനം പറഞ്ഞു തരുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 30-ാം അധ്യായം 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി. ഇവിടെ റാഹേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു തിന്മയെ കുറിച്ച്, കർത്താവിനെ വേദനിപ്പിച്ച മറ്റൊരു സ്വഭാവത്തെ കുറിച്ചാണ് കർത്താവിന്റെ വചനം നമുക്ക് വെളിച്ചം വീശി തരുന്നത്. തന്റെ സഹോദരിയായ ലെയ യാക്കോബിന് 4 ആൺകുഞ്ഞുങ്ങളെ നൽകി. എന്നാൽ തനിക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ റാഹേലിന് വിഷമം തോന്നി, അല്ലെങ്കിൽ അവൾ സങ്കടത്തിലായി എന്നല്ല പറയുന്നത്. അവൾക്ക് ലെയായോട് അസൂയ തോന്നുകയാണ്, തൻ്റെ സഹോദരിയോട് അസൂയ തോന്നുകയാണ്. സ്വന്തം ജീവിതത്തോട് അതൃപ്തി പുലർത്തിക്കൊണ്ടിരുന്ന റാഹേൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തെ തൻ്റെ സഹോദരിയുടെ ജീവിതത്തോട് താരതമ്യം ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുകയാണ്.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾ ഈ ഒരു അസൂയയിലേക്ക് കടന്നു പോകുന്നത്. തനിക്ക് അവളെപ്പോലെ ആകാൻ സാധിക്കുന്നില്ല എന്ന ചിന്ത കാരണമാണ് അവൾ അസൂയാലുവായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പുതിയൊരു പോംവഴി കണ്ടുപിടിക്കുകയാ. 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ പറഞ്ഞു, ഇതാ എന്റെ പരിചാരികയായ ബിൽഹ, അവളെ പ്രാപിക്കുക. അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വയ്ക്കും. അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും. ഇവിടെ റാഹേൽ തന്റെ പ്രശ്നത്തിന് സ്വയം ഒരു പരിഹാരം കണ്ടെത്തുന്നുണ്ട്. തന്റെ പരിചാരികയായ ബിൽഹായെ യാക്കോബിന് നൽകുകയാണ്. തുടർന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യാക്കോബിന് ബിൽഹായിൽ 2 ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ആദ്യത്തെ പുത്രന്റെ പേര് ദാൻ എന്നായിരുന്നു. തുടർന്ന് അതേ അധ്യായം 30-ാം അധ്യായം 7-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റാഹേലിന്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി. അവളിൽ യാക്കോബിന് 2ാമതൊരു പുത്രൻ കൂടി ജനിച്ചു. റാഹേൽ സ്വയം കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ ആയിരുന്നു അത്. അതിലൂടെ 2 കുഞ്ഞുങ്ങൾക്ക് ആ കുടുംബത്തിൽ ജന്മം നൽകുന്നുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾ ബിൽഹായിലൂടെ അവൾക്ക് ലഭിച്ചുവെങ്കിലും തൊട്ടടുത്ത വാക്യത്തിൽ എന്താ തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്? റാഹേൽ പറഞ്ഞു, എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. തനിക്ക് ആ വളിലൂടെ ബിൽഹായിലൂടെ 2 ആൺകുഞ്ഞുങ്ങൾ ലഭിച്ചെങ്കിലും ഇവിടെ റാഹേലിന്റെ മനോഭാവം നമുക്ക് കർത്താവ് വ്യക്തമാക്കി തരികയാണ്. തന്റെ സഹോദരിയോട് ഒരു മത്സരം നടത്തുകയാണ്. നമുക്ക് ആ അധ്യായം വായിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും, കുഞ്ഞുങ്ങളെ പ്രതി ഒരു മത്സരം തന്നെ ആ കുടുംബത്തിൽ നടക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി പലർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു മത്സരത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. ഇവിടെ ബിൽഹായിലൂടെ ദാൻ എന്നും നഫ്താലി എന്നും പേരിട്ട 2 ആൺകുഞ്ഞുങ്ങൾ റാഹേലിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും അവൾ തൃപ്തി അടയുകയല്ല. തന്റെ മത്സരത്തെ കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. വീണ്ടും താൻ ഒരു നിരാശയിലേക്കും അതൃപ്തിയിലേക്കും കടന്നു പോകുന്നതായിട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒടുവിൽ അവൾ കർത്താവിലേക്ക് തിരിയുകയാണ്. 30-ാം അധ്യായം 23-ഉം 24-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. അവസാനം കുറെ കാലങ്ങൾക്ക് ശേഷം അവളുടെ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞതിന്റെ ഒക്കെ ഫലമായിട്ട് അവൾക്ക് ജോസഫ് എന്നൊരു മകനെ ലഭിക്കുകയാണ്. അപ്പോഴും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, അതൃപ്തമായ ഒരു മനസ്സിനെ നമ്മൾ അവിടെയും കാണുന്നത്. വീണ്ടും അടുത്ത കുഞ്ഞിനായിട്ടുള്ള ഒരു ആഗ്രഹത്തെയാ നമ്മൾ അവിടെ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റാഹേലിന്റെ ആ ഒരു സ്വഭാവത്തെ നമുക്കൊന്നുകൂടി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം. കർത്താവ് നൽകിയ നന്മകളെ കാണാതെ ഇതുപോലെ അതൃപ്തമായ ജീവിതം നയിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരോടുള്ള അസൂയ നിമിത്തം നമ്മിലുള്ള നന്മകളെ കാണാതെ, നമുക്ക് ലഭിച്ച നന്മകളെ കാണാതെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് അവരുടെ നന്മകളെ പ്രതി അസൂയയിൽ ജീവിക്കുന്നവരാണോ നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ അതൃപ്തമായി മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് ഡിപ്രഷനിലേക്ക് പോയി ഒത്തിരി പേരെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങളെ പ്രതി ആകണമെന്നൊന്നുമില്ല. എത്രയോ ജീവിത കാര്യങ്ങളിൽ നമ്മുടേതായ അവസ്ഥകളിൽ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ്? കർത്താവ് നൽകിയ നന്മകളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ നന്മകളിൽ അസൂയ തോന്നുന്നത്, എനിക്ക് അതുപോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ആ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവ് നമ്മെ നിർത്തിയെടുത്ത് കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്, അതിനാവശ്യമായതെല്ലാം അവിടെ കർത്താവ് നൽകും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അസൂയയിൽ കെട്ടപ്പെട്ടവരായിട്ട് മറ്റുള്ളവരുടെ നന്മയിൽ അവരെ സന്തോഷിക്കാൻ പറ്റാതെ അതെനിക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്ന ഒരു ആഗ്രഹത്തിലേക്ക് കടന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. നമുക്ക് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 3-ാം അധ്യായം 16-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറഞ്ഞു തരുന്നത്?
എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എവിടെ അസൂയയുണ്ടോ, സ്വാർത്ഥമോഹമുണ്ടോ, ഞാൻ എന്ന ഭാവമുണ്ടോ, അവിടെ ക്രമക്കേടുണ്ട്, എല്ലാ ദുഷ്കർമ്മങ്ങളും അവിടെ ഉണ്ടാകും എന്നാ തിരുവചനം പറയുന്നത്. അസൂയയിലേക്ക് നമ്മൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാതെ, അവരെ പ്രതി സന്തോഷിക്കാതെ സ്വാർത്ഥരായിട്ട് നമ്മൾ മാറുമ്പോൾ, അവിടെയെല്ലാം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവിടെയെല്ലാം ക്രമക്കേടുണ്ടാകുമെന്നാ തിരുവചനം പറയുന്നേ. ഇതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റാഹേലിന്റെ ജീവിതം തന്നെ അത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മറ്റൊരു സഹോദരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കായേനും ആബേലും. അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 4-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. ഇവിടെ നമുക്കറിയാം, കായേനും ആബേലും അവർ കർത്താവിന് കാഴ്ച അർപ്പിക്കുകയാണ്. എന്നാൽ ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും കർത്താവ് പ്രസാദിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ എടുത്തു പറയുകയാണ്, എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. അവൻ ഒത്തിരിയേറെ വിഷമിക്കുകയാണ്, അവന് ദേഷ്യം വരികയാണ്, അസൂയ വരികയാണ്. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നേ? കായേൻ ആബേലിനെ കൊല്ലുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ അവിടെ കർത്താവിന്റെ വചനം ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നുണ്ട്. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേനെ പോലെ ആകരുത്. എന്തു കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തന്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുക്തവും ആയിരുന്നതുകൊണ്ട് തന്നെ. ഇവിടെ എന്തുകൊണ്ടാണ് കായേൻ ആബേലിനെ കൊന്നത്? കായേന്റെ പ്രവർത്തികൾ ദുഷിച്ചതായിരുന്നു, എന്നാൽ ആബേലിൻ്റെത് നല്ല പ്രവർത്തികളായിരുന്നു, നീതിയുക്തമായിരുന്നു. അത് കാണുവാനായിട്ട് കായേന് സാധിക്കുന്നില്ല. ആബേലിന് നന്മ ലഭിച്ചതിൽ കായേൻ അസൂയാലാവുകയാണ്, അവന്റെ മുഖം കറുക്കുകയാണ്, അവൻ കോപം കൊണ്ട് ജ്വലിച്ച് തന്റെ സഹോദരനെ കൊല്ലുകയാണ്. അസൂയയുള്ളിടത്ത് ക്രമക്കേടുണ്ട് എന്നുള്ള തിരുവചനം നമ്മൾ കണ്ടു. അതല്ലേ ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു തരുന്നത്? കായേൻ ആബേലിനെ കൊല്ലുകയാ. അതിന്റെ ബേസിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും കായേന് ആബേലിനോട് തോന്നിയ അസൂയയായിരുന്നു, ആ ഒരു സ്വയം തൃപ്തിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. വീണ്ടും നമുക്ക് കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം അവിടെ 22-ാം അധ്യായം 24-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ പറഞ്ഞു തരുന്നത്? തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. തങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. ആരുടെ ഇടയിലാ പ്രിയമുള്ളവരെ? കർത്താവിന്റെ അപ്പസ്തോലന്മാരുടെ ഇടയിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു തർക്കം ഉണ്ടാവുകയാ. എന്തുകൊണ്ടാ? അവർ പരസ്പരം താരതമ്യം ചെയ്യുകയാണ്. ആരാണ് വലിയവനെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയാണ്. അത് തന്നെ തർക്കമാവുന്നത് എപ്പോഴാ? പരസ്പരം മറ്റുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന ഓരോ പൊസിഷൻ കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നുകയാണ്. പരസ്പരം ഇൻസെക്യൂർ ആയിട്ട് അവർ മാറുകയാ. തങ്ങളുടെ പൊസിഷൻ അത് നിലനിൽക്കുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ കടന്നു പോവുകയാ. തങ്ങളിൽ ആർക്കാണ് കർത്താവ് 1-ാം സ്ഥാനം കൊടുക്കുക? ഇതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അവർ പരസ്പരം താരതമ്യം ചെയ്യുകയാണ്. വീണ്ടും പഴയ നിയമത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിനെയും സഹോദരന്മാരെയും കുറിച്ച്. അവരുടെ ഇടയിൽ എന്താ ഉണ്ടായതെന്ന് നമുക്കറിയാം. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 9-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് എന്താ പറഞ്ഞു തരുന്നത്? ഈ ഗോത്രപിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു, എന്നാൽ ദൈവം അവനോട് കൂടെയുണ്ടായിരുന്നു. ഈ ഗോത്രപിതാക്കന്മാർ
അവർ അസൂയ കൊണ്ട് ജോസഫിനെ വിറ്റ് കളയുകയാണ്. കർത്താവിന് കർത്താവിൻ്റെതായ വഴികളുണ്ട്. പക്ഷേ ഈ സഹോദരന്മാർ എന്തുകൊണ്ടാ തങ്ങളുടെ സഹോദരനെ അടിമയായിട്ട് വിറ്റത്? അവിടെയും അസൂയയാണ് കടന്നു വരുന്നത്. ക്രമക്കേടുകൾക്ക് കാരണം വരുന്നത് അസൂയയിൽ നിന്നാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ എന്താ ശ്ലീഹ നമ്മ ഓരോരുത്തരോടും പറയുന്നത്? ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഇവിടെ അപ്പസ്തോലൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, പരസ്പരം തുലനം ചെയ്യാൻ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ അളക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്നവര് കർത്താവിന്റെ മുൻപിൽ എന്താണെന്ന് ശ്ലീഹ പറഞ്ഞു തരുന്നത്? അവർ വിഡ്ഢിത്തമാണ് കാണിക്കുന്നതെന്ന് ശ്ലീഹ പറയുന്നത്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ നാം മറ്റുള്ളവരെ അളക്കാൻ, അവരോട് അസൂയ കാണിക്കാൻ, അവരോട് നമ്മെ തന്നെ താരതമ്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ചോദ്യം ചെയ്യുകയല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് സ്വയം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് പിന്മാറാം. റാഹേലിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റാഹേലിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ, അത് അവളെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവൾക്ക് കുഞ്ഞുങ്ങൾ അധികം ലഭിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴാണ് അവൾ തീരെ ഒരു നിരാശയിലേക്ക് കടന്നു പോകുന്നത്. അവളുടെ ജീവിതം വളരെ ദാരുണമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. സാഹചര്യങ്ങളെ നോക്കിയിരുന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. എന്നാൽ കർത്താവിനോട് ചേർന്നുള്ള ജീവിതമാണെങ്കിൽ സാഹചര്യം എന്താണെങ്കിലും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്നും തിരുവചനം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് അബിഗായിലിനെ കുറിച്ച്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 25-ാം അധ്യായം, അവിടെ നമ്മൾ അബിഗായിൽ എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. അവളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് 3-ാം തിരുവാക്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? കാലബ് വംശജനായ അവന്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. ഇവിടെ നാബാലിനെയും അബിഗായിലിനെയും കർത്താവിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയാ. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും. ഇവിടെ ഹീനനായ ദുഷ്കർമ്മിയായ നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിഡ്ഢി എന്നാണ്. അതുപോലെ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി, അവന്റെ ഭാര്യ വളരെ സുന്ദരിയായ വിവേകവതിയായ ഒരു സ്ത്രീ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പരാതി പറയുന്നതായിട്ട്, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന മറ്റുള്ളവരുമായിട്ട് അവൾ സ്വയം താരതമ്യം ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ നേരെ അസൂയ പൂണ്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അബിഗായിൽ വളരെ വിവേകത്തോടെ കർത്താവിൽ ആശ്രയിച്ച് തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാ തിരുവചനം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവേകവതി എന്നുള്ള പേര് അവൾക്ക് നൽകപ്പെടുന്നത്. സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും അനുകൂലമാകണമെന്നില്ല. നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഒത്തിരിയേറെ വിഷമം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെ റാഹേലിനെ പോലെ അതൃപ്തമായി ജീവിക്കാനും അബിഗായിലിനെ പോലെ സന്തോഷത്തോടെ വിവേകത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കും. സാഹചര്യത്തെ പഴി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു ന്യായീകരണവും ഇല്ലെന്ന് കർത്താവിന്റെ വചനം ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടു ആ ഒരു കുടുംബ അന്തരീക്ഷത്തെ കുറിച്ച്. റാഹേൽ തന്റെ തീരുമാനത്തിലൂടെ, തന്റെ ആ ഒരു മനോഭാവത്തിലൂടെ ആ കുടുംബത്തിൽ തന്നെ അവളുടെ തീരുമാനങ്ങൾ, അവളുടെ ആ പ്രകൃതം എല്ലാവർക്കും വിഷമമായി മാറുകയാണ്. അവൾ മാത്രമല്ല അവിടെ ബുദ്ധിമുട്ടുന്നത്, അവിടെ അവളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ എല്ലാം വളർച്ചയിൽ, അവളോടൊപ്പമുള്ളവരുടെ വളർച്ചയിൽ, അതുപോലെ യാക്കോബിന്റെ കാര്യത്തിലെല്ലാം അവളുടെ തീരുമാനങ്ങളും അവളുടെ പെരുമാറ്റവും അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് തന്നെ ഒരു ഭാരമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് റാഹേലിന്റെ പരിചാരികയായ ബിൽഹ, അതുപോലെ തന്നെ ലയയുടെ പരിചാരികയായ സിൽഫ, ഇവർ രണ്ടുപേരും ഇവരുടെ ഈ ഒരു മത്സരത്തിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നുണ്ട്. അവരുടെ ജീവിതവും ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കുടുംബം മൊത്തത്തിൽ ഒരു മത്സരത്തിന്റെ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയാ. സമാധാനം അവിടെ കാണാൻ സാധിക്കുന്നില്ല. പരസ്പരം ദേഷ്യവും അതൃപ്തിയും എല്ലാം അവിടെ ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ ഒരു അവസ്ഥ മാറുമ്പോഴും അതെല്ലാം ഉപരി നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റുകയാണ്. ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ അങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. പക്ഷേ പിന്നീട് കർത്താവ് അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ വലിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാ. അബ്രാഹത്തിന് കർത്താവ് കൊടുത്തൊരു വാഗ്ദാനമുണ്ട്, നിന്നിലൂടെ ഒത്തിരിയേറെ സന്താനങ്ങൾ വരുമെന്ന്. അതിന്റെ ഒരു ബേസ് ആയിട്ട് യാക്കോബിന്റെ കുടുംബം മാറുകയാണ്. 12 കുഞ്ഞുങ്ങൾ യാക്കോബിന്, ആൺമക്കൾ 12 പേർ ഉണ്ടാകുന്നുണ്ട്. ആ 12 പേരാണ് ഇസ്രായേലിന്റെ ഭാവിയിലെ ഗോത്രങ്ങളായിട്ട്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവരാണ് മാറുന്നത്. ഗോത്ര പിതാക്കന്മാരായിട്ട് ഈ 12 കുഞ്ഞുങ്ങളാ മാറുന്നത്. നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ 4-ാം അധ്യായം 11-ാം തിരുവാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് റൂത്തിനെയും ബോവാസിനെയും. അവിടുത്തെ നഗരത്തിലെ ശ്രേഷ്ഠന്മാർ റൂത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമാത്. അവിടെ എന്താ തിരുവചനം പറയുന്നത്? അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ ആകട്ടെ. നീ എഫ്രാത്തയിൽ ഐശ്വര്യവാനും ബെത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. ഇവിടെ യാക്കോബും റാഹേലും ഒക്കെ പോയി കഴിഞ്ഞു. എന്നാൽ ഭാവിയിൽ അവരുടെ തലമുറകളിലേക്ക് കടന്നു വന്നപ്പോൾ ലയായെയും റാഹേലിനെയും പേരെടുത്ത് പറഞ്ഞാണ് തങ്ങളുടെ പെൺമക്കളെ അവർ അനുഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ മാതാക്കളായിട്ടാണ് ലയായും റാഹേലും മാറുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു. എന്നാൽ കർത്താവ് അത് ഭാവിയിൽ അവരുടെ നന്മയ്ക്കായിട്ട് വലിയൊരു കുടുംബമായിട്ട് അതിനെ മാറ്റുകയാണ്. ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവാക്യത്തിൽ പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനം എന്താ നമുക്ക് ഉറപ്പ് നൽകുന്നത്? നമ്മൾ കണ്ടു റാഹേലിന്റെ കുടുംബത്തെ, അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തെ നമ്മൾ കണ്ടു. അത് നന്മയ്ക്കായിട്ട് കർത്താവ് പരിണമിപ്പിക്കുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റുകയാണ്. ഈ ഒരു ഉറപ്പോടെ നമുക്കും പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ വളരെയേറെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥയായിക്കൊള്ളട്ടെ, പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റാൻ കർത്താവിന് സാധിക്കും. ഈ ഒരു ഉറപ്പോടെ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട്, ഈ ഒരു വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് പാടി ആരാധിക്കാം. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ, ഹല്ലേലൂയ. ഇനി രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ, ഇനി രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ, എന്റെ കർത്താവിൽ നിന്നെ അകറ്റൂകില്ല. പറയുന്ന കർത്താവേ, കർത്താവിൽ നിന്നെ അകറ്റൂകില്ല. നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. കരങ്ങളിൽ താങ്ങും നാഥൻ, ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ, ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ. വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും എല്ലാം അങ്ങ് നന്മയ്ക്കായി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക്, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങ് എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
നമുക്ക് റാഹേലിന്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര തുടരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.